തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും നിലമ്പൂർ ഇതിൻ്റെ ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മോടൊപ്പം എം സ്വരാജാണ് ചേരുന്നത്. നിലമ്പൂരിൽ ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി എന്നാണ് UDF പറയുന്നത്. അവർ പറയുന്നത് LDF സ്ഥാനാർത്ഥി ഇല്ലാതെ ആളെ തപ്പി നടക്കുകയാണെന്നാണ്. എങ്ങനെയാണ് കാണുന്നതിന്? അല്ല, സ്ഥാനാർത്ഥി ഇല്ലാതെ കേരളത്തിൽ LDF ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തമാശയായിട്ടേ ആളുകൾ എടുക്കും. അപ്പോൾ അങ്ങനെ തമാശകൾക്കൊന്നും ഞങ്ങൾ സാധാരണ മറുപടി പറയാറില്ല. എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥികൾ അധികമായതിൻ്റെ ചില പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളെല്ലാം ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജാള്യത തീർക്കാൻ വേണ്ടി പറയുന്ന ഒരു വില കുറഞ്ഞ തമാശ എന്നേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതെല്ലായ്പ്പോഴും അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതെ ആരും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയില്ല. പിന്നെ വളരെ വിചിത്രമായ ചില രീതികൾ ചിലർക്കുണ്ടാവാം, അത് ഞങ്ങൾക്ക് ബാധകമല്ല. അപ്പോൾ എന്ന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ, ഇപ്പോൾ ഇതിങ്ങനെ അനിശ്ചിതമായിട്ടാണല്ലോ പോകുന്നത്, എന്നാണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതാണ് ഇപ്പോഴും പറയാറുള്ളത്. നിലമ്പൂരിൽ PV അൻവറിൻ്റെ സാന്നിധ്യമാണ് UDF വലിയ ഒരു പ്രചരണത്തിൽ വിഷയമായിരിക്കുന്നത്. 9 വർഷം MLA ആയിട്ട് താൻ ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങൾ അൻവർ പറയുന്നു. അത് തൻ്റെ മാത്രമായിട്ടുള്ളൊരു നേട്ടമായി പറയുന്നു. ഒപ്പം സർക്കാരിൻ്റെ പിന്തുണ ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. അൻവറിൻ്റെ സാന്നിധ്യം UDF ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന UDF അത് കാണുന്നു. അല്ല, ഇത് വളരെ അബദ്ധജടിലമായിട്ടൊരു വാദമല്ലേ? നിങ്ങൾ നോക്കൂ, സർക്കാരിൻ്റെ പിന്തുണ ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സർക്കാരിൻ്റെ പദ്ധതി വരിക? ഒരു MLAക്ക് സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുമ്പോഴല്ലേ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കുക. മറിച്ച് സർക്കാരിൻ്റെ യാതൊരു പിന്തുണയും ഇല്ലെങ്കിൽ പിന്നെ എന്ത് പദ്ധതിയാണ് ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക? ഇതൊക്കെ സാധാരണക്കാരുടെ സാമാന്യ ബോധത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. വേറൊന്നും ഞങ്ങൾക്ക് അതിന് പറയാനില്ല. പിന്നെ അദ്ദേഹത്തിലാണ് UDF പ്രതീക്ഷ അർപ്പിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF അത് ശരിയായിട്ട് മനസ്സിലാക്കിക്കൊള്ളും എന്ന് മാത്രമേ ഞങ്ങൾക്കതിൽ പറയാനുള്ളൂ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ സമരമായിട്ടാണ് കാണുന്നത്. നിലമ്പൂരിൻ്റെ വികസന പ്രശ്നങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന അനീതി, നമ്മുടെ രാജ്യത്തെ പൊതുവായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദിയായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത്. അവിടെ മറ്റൊന്നിനും ഒരു പ്രസക്തിയുമില്ല. അൻവർ UDF കയറാനുള്ളൊരു പാലമായിട്ട് ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയാണ്, സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് കരുതാം. അതെനിക്കറിയില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്, UDF കാര്യമാണ്. അവരുടെ കാര്യത്തിലൊക്കെ ആർക്കാണ് ഉറപ്പ് പറയാൻ പറ്റുക? ഞങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമില്ല. അവരുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ തലയിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവർ അനിവാര്യമായ ദുരന്തം ഏറ്റുവാങ്ങുമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സ്വതന്ത്ര പരീക്ഷണം എല്ലാ തവണയും മലപ്പുറം ജില്ലയിൽ പലയിടത്തും ഗുണം കണ്ടിട്ടുള്ളതാണ്. നിലമ്പൂരിലും അതെ. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ CPIM അതിനു മുൻപാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത പാർട്ടിയുടെ എല്ലാം തെരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രഖ്യാപിത നയമാണത്. അത് ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു കടത്തുന്നതോ മറച്ചു വെക്കുന്നതൊന്നുമല്ല. ഞങ്ങൾ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ളവരെ മാത്രമല്ല സ്ഥാനാർത്ഥികളായി പരിഗണിക്കാറുള്ളത്. ഞങ്ങൾ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിർത്താറുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ എത്ര മഹാന്മാരായ സ്വതന്ത്രരുണ്ടായിരുന്നു. EMS മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർ സ്വതന്ത്രരായിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രി സ്വതന്ത്രനായിരുന്നു, ആഭ്യന്തരമന്ത്രി സ്വതന്ത്രനായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി സ്വതന്ത്രനായിരുന്നു. ഇത് തുടർന്നു പോരുന്നൊരു രീതിയാണ്. അതിലൂടെ കേരളീയ രാഷ്ട്രീയത്തിന്, കേരളീയ സമൂഹത്തിന് വിലമതിക്കാനാവാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളെ നേതൃതലത്തിലേക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. അതിൽ അപൂർവം ചിലത് ഫലം കാണാതെ പോയിട്ടുണ്ടാവും, ചിലർ വഞ്ചനാപരമായ നിലപാടെടുത്തിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഈ ശൈലിയെ തള്ളി പറയാൻ പറ്റില്ല. അത് കേരളീയ സമൂഹത്തിനും കേരള രാഷ്ട്രീയത്തിനും മുതൽക്കൂട്ടായിട്ടുള്ളതാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്നൊരു നിലപാടാണ്. നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ CPIM ചിഹ്നത്തിൽ മത്സരിച്ച് ഇവിടെ ജയിച്ചിട്ടുണ്ട്, സ്വതന്ത്രനായും ജയിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനം രണ്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്ന, ജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, അത് പാർട്ടി ചിഹ്നത്തിലാണോ മത്സരിക്കേണ്ടത്, അല്ല സ്വതന്ത്രമായ ഒരു വ്യക്തിയാണോ മത്സരിക്കേണ്ടതെന്നുള്ളത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളൊരു സാധ്യതയെയും തള്ളുന്നില്ല. വ്യക്തിപരമായിട്ട് അങ്ങ് നിലമ്പൂർ സ്വദേശിയാണ്, ഒരുപാട് ചർച്ചയിൽ ഉയർന്നൊരു പേരാണ്. വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ടോ? ഞാനതിൽ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ ചുമതല നിർവഹിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനായ
വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ തീരുമാനിക്കും. അൻവർ അല്ല നിലമ്പൂരിൽ വിജയിപ്പിച്ചത്, പാർട്ടിയാണെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുമെന്നാണോ പ്രതീക്ഷ? അല്ല, അങ്ങനെ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇവിടെ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അല്ലാതെ മത്സരിച്ചിരുന്നു. അന്ന് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എത്ര വോട്ടാണ് ലഭിച്ചത് എന്ന് നമ്മുടെ മുൻപിൽ ഒരു രേഖയായിട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് ലഭിച്ചാൽ ജയിക്കാൻ കഴിയുമോ? കെട്ടിവെച്ച പൈസ കിട്ടുമോ? അപ്പോൾ എങ്ങനെയാണ് ജയിച്ചത്? എല്ലാവരും കൂട്ടായി പരിശ്രമിച്ചാണ് ജയിച്ചത്. അത് അങ്ങനെയല്ല എന്ന് പറയുന്നത് ജനവിധിയോടുള്ള ഒരു ബഹുമാനക്കുറവായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ജയിക്കാനായാലും തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് അൻവറിന് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അല്ല, അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹം നോക്കട്ടെ. ഓരോരുത്തരും അവരവർക്ക് കഴിയുന്നത് നോക്കുമല്ലോ. ആത്യന്തികമായിട്ട് വിധി എഴുതുക ജനങ്ങളല്ലേ. നമുക്ക് ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും.